ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ വടയാണ് ഇന്ന് റെസിപ്പി ആയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് സവാളയും ക്യാബേജും ബീട്രൂട്ടും അരിഞ്ഞു വെക്കുക എന്നാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 മീഡിയം സൈസ് സവാള അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാബേജ് 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, ബീട്രൂട്ടും അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതേ ഒരു പാത്രത്തിലേക്ക് ഈ സവോള എല്ലാം കൂടെ അരിഞ്ഞത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ക്യാബേജും ബീട്രൂട്ടും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതേ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുകൂടി ഇടുകയാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് മല്ലിയില. ഇനി അടുത്തത് 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു പിഞ്ച്. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയും കടലമാവും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പം കറക്റ്റ് നമ്മൾ ക്യാബേജും ഈ ബീട്രൂട്ടും എടുത്ത് അതേ കപ്പിൽ തന്നെ മെഷർ ചെയ്ത് ഓരോ കപ്പ് വീതമാണ് ഈ 2 മാവും ആഡ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി സെയിം തന്നെ അതേ കപ്പിൽ ഗോതമ്പ് മാവ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ ഒരു മിക്സിങ്ങിലാണ് ആ വടയുടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ദേ വാപ്പ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം അതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ് ഇവിടെയും വേണ്ടത്. അപ്പോൾ ഇനി 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നല്ല അങ്ങോട്ട് മിക്സ് എല്ലാം കൂടെ പിടിച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് എണ്ണയിൽ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഇത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ് 1 അവർ ദേ കഴിഞ്ഞിരിക്കും. നമുക്കിതൊന്ന് മാറ്റി നോക്കാം. ഇനി സ്പൂണ് കൊണ്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചു. അത് നല്ലപോലെ ചൂടായിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലാണ് തീ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ സ്പൂണ് കൊണ്ട് തന്നെ കോരിയിട്ടാൽ മതി. അപ്പോൾ ചെറിയ ചെറിയ വടകളായിട്ട് നമുക്ക് കിട്ടും. ഇത് പകുതി വേവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം അതൊന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വാങ്ങി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കി മാവും കൂടെ നമുക്ക്
വറുത്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. കാരണം ഇതിൽ നമ്മൾ ബീറ്റ്റൂട്ടും ക്യാബേജും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹെൽത്തി സ്നാക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.